ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, ആ കേറുവാ. പ്രകാശ് വന്നില്ലേ? ഏടത്തെ വിളിച്ച് സംസാരിച്ചോളാന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ എന്തോ എമർജൻസി വന്നിട്ട് അങ്ങോട്ട് പോയതാ. എന്തായി നിങ്ങൾ പോയിട്ട്? വല്ല വിവരവും കിട്ടിയോ? ഞങ്ങൾ ആദ്യം ചെയ്തത് ആശാനെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലങ്ങളുടെ സമീപത്തുള്ള ലോഡ്ജുകളിലും ഹോട്ടലുകളിലും വിഷ്ണു എന്ന പേരിലോ രേഷ്മ എന്ന പേരിലോ മുറികൾ എടുത്തിട്ടുണ്ടോന്നാ. പക്ഷേ ആ പേരുകളിലൊന്നും ഈ പറഞ്ഞ സമയങ്ങളിൽ ഒരാളും മുറി എടുത്തിട്ടില്ല. രജിസ്റ്ററൊക്കെ ഞങ്ങൾ നോക്കി, പക്ഷേ ഈ പേരുകൾ ഒരിടത്തും കണ്ടില്ല. അത് സ്വാഭാവികം. കള്ളത്തരം കാണിക്കുന്നവരാരെങ്കിലും സ്വന്തം പേരിൽ മുറിയെടുക്കുവോ? അല്ല, ഹോസ്പിറ്റലിൽ തിരക്കില്ലേ? ഉവ്വ്, അവിടുത്തെ CCTV ഫുട്ടേജ് നമുക്ക് തരില്ലെന്ന് പറഞ്ഞു. അതിനെന്തൊക്കെയോ നിയമ തടസ്സങ്ങളുണ്ടെന്ന്. പ്രകാശ് കൂടുതൽ നിർബന്ധിച്ചപ്പോ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ ദിവസങ്ങളിലെ ചില ഫുട്ടേജ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പക്ഷെ അതിലൊന്നും ആശാനെ രേഷ്മി കണ്ടില്ല. ചുരുക്കത്തില് പോക്ക് വെറുതെയായി. അങ്ങനെ പറയാൻ പറ്റില്ല. തിരിച്ചു വരുന്ന വഴി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളെ മധുരി വെച്ച് കണ്ടിരുന്നു. ആരെ? ചക്രപാണി. ചക്രപാണി. ഒരിക്കൽ ആശാൻ ഇതുപോലെ മാറി നിന്നപ്പോ ചോദിച്ചപ്പോ ഏതോ ചക്രപാണിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഈ ചക്രപാണിക്ക് ഏതോ ആക്സിഡന്റ് കേസ് ഉണ്ടായെന്നും അതിന് കാശ് കൊടുക്കാൻ പോയതാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് ചക്രപാണി ഞങ്ങളോട് നേരിട്ടാ പറഞ്ഞത്. ആശാൻ അവിടെ ചെന്നിട്ടുമില്ല, ചക്രപാണി കാശ് കൊടുത്തിട്ടുമില്ല. അപ്പൊ എന്തിനാ വിഷ്ണുട്ടൻ അന്ന് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്? ആശാന്റെ കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളാ, എന്തൊക്കെയോ കാര്യങ്ങൾ ആശാൻ നമ്മളിൽ നിന്ന് ഒളിപ്പിച്ചിട്ടുണ്ട്. ഈ രേഷ്മയുടെ കാര്യത്തിലും വ്യക്തമായൊരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്താ ഒരു വഴി? ഇവരിലേക്ക് അധികാരത്തോടെ കടന്നു കയറി ചെന്ന് കാര്യങ്ങൾ അറിയാൻ എന്താ ഒരു വഴി? മാഡം പറഞ്ഞോളൂ. റസാഖ്, എനിക്ക് റസാഖിന്റെ ഒരു ഹെൽപ്പ് അത്യാവശ്യമായിട്ട് വേണം. ഓഫ് കോഴ്സ്, ഞാൻ വരാം. രോഹിത് വരുന്നുണ്ടോ ഇല്ലയോ അതെനിക്കിപ്പോ അറിയണം. നീ ഇതെന്ത് ഭാവിച്ചാ? ഇങ്ങനെ കലിതുള്ളി പോവാൻ മാത്രം ഇവിടെ ഇപ്പൊ എന്തുണ്ടായിന്നാ? ഉണ്ടായതൊക്കെ ഇവിടെ എല്ലാരും കണ്ടതല്ലേ. എനിക്കൊരു വിലയും കൽപ്പിക്കാത്തടുത്ത് ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അവള് പോണെങ്കി പോട്ടെ ശാരദാമ്മേ. അടയ്ക്കാണെങ്കിലല്ലേ മടി വെക്കാൻ പറ്റൂ, അടയ്ക്കാൻ മരമാണെങ്കിൽ വെക്കാൻ പറ്റില്ലല്ലോ. സുഖമില്ലാത്ത ഈ മനുഷ്യനോട് കെറിവിച്ചിട്ടാണ് അവള് പോകുന്നതെങ്കിൽ പോകുന്ന സ്ഥലത്ത് അവൾക്ക് മനസ്സമാധാനം കിട്ടുമെങ്കിൽ അവള് പോട്ടെ.